വീടുകളിലെ മാലിന്യ നീക്കം സുഗമമാക്കാൻ ഹരിതകർമ്മസേനയ്ക്ക് മണപ്പുറം ഫൗണ്ടേഷൻ പുതിയ വാഹനം കൈമാറി. ഫൗണ്ടേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വലപ്പാട് പഞ്ചായത്തിലേക്ക് 8,45,000 രൂപയുടെ വാഹനം നൽകിയത്. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ഡി ഷിനിതയ്ക്ക് താക്കോൽ കൈമാറി. കൂടാതെ വട്ടപ്പരത്തി ബീച്ചിലേക്കുള്ള പാതയുടെ നിർമ്മാണവും പൂർത്തീകരിച്ചു. ബീച്ചിന്റെ ടൂറിസം സാധ്യതകൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 30 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് സ്നേഹാരാമം എന്ന പദ്ധതിയിലൂടെ മണപ്പുറം ഫൗണ്ടേഷൻ നടത്തിയത്. ഭിന്നശേഷി ആളുകൾക്കുള്ള സഹായത്തിന്റെ തുടർച്ചയായി താന്യം ഗ്രാമപഞ്ചായത്ത് സ്വദേശിയായ അജിത്തിന് വീൽചെയറും വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള നാട്ടിക സ്വദേശി രാജിക്ക് ധനസഹായവും മണപ്പുറം ഫൗണ്ടേഷൻ കൈമാറി. സ്കൂൾ കാലഘട്ടത്തിന് ശേഷം ഇന്ന് ആദ്യമായാണ് അജിത് വീൽചെയറിൽ ഒരു ബീച്ച് സന്ദർശിക്കുന്നത്. ആകെ 4ഓളം സന്നദ്ധ പ്രവർത്തനങ്ങളാണ് മണപ്പുറം ഫൗണ്ടേഷൻ പൂർത്തീകരിച്ചത്. മണപ്പുറം ഫൗണ്ടേഷൻ CSR വിഭാഗം ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ പരിപാടികളിൽ പങ്കെടുത്തു. നമ്മുടെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന 32 അംഗങ്ങളായിട്ട് വളരെ ഊർജിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഒരു വലിയ കുറവ് തന്നെയായിരുന്നു വാഹനം. നമുക്ക് ഒരു വാഹനം ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ പോലും അത് ഇലക്ട്രിക് വാഹനമാണ്. നമുക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാനും എല്ലാ ദിവസവും കളക്ഷൻ മെറ്റീരിയൽ സെൻറ്ററിലേക്ക് നമുക്ക് എത്തിക്കാനും സാധിച്ചിരുന്നില്ല. ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മിസ്റ്റർ നന്ദകുമാറിനോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ സെക്രട്ടറിയും എല്ലാവരും ഉൾപ്പെടെ നമ്മളൊരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് മികച്ചൊരു വാഹനം നൽകണമെന്നുള്ളൊരാവശ്യം അദ്ദേഹം അത് അപ്പോൾ തന്നെ കൈക്കൊണ്ടു. 8,45,000 രൂപ വില മതിക്കുന്ന ഒരു വാഹനമാണ് നമ്മൾക്കിന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ഞങ്ങളിത് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി